السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. നമ്മൾ പുതുതായിട്ട് പഠിക്കുന്നത് ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാ അവരുടെ കിതാബ് അസ്ലി സിഫത്തി സ്വലാത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന കിതാബാണ്. ഇൻഷാ അല്ലാഹ് സിഫത്ത് സ്വലാത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ഈ കിതാബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിസ്കാരം സ്വലാഹ് എങ്ങനെയായിരുന്നു എന്ന് വിശദീകരിക്കുന്ന ഒരു ഗ്രന്ഥമാണ്. ഇതിൻ്റെ മുഖദ്ദിമ ഷെയ്ഖ് അവർ എഴുതിയത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽ ഹംദലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദ്ദില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. ഇന്നൽ ഹംദലില്ലാ, നിശ്ചയം ഹംദ് അള്ളാഹുവിനുള്ളതാണ്. നഹ്മദുഹു, നാം അവനെ സ്തുതിക്കുന്നു. വനസ്തഈനുഹു, അവനോട് നമ്മൾ സഹായം തേടുന്നു. വനസ്തഗ്ഫിറുഹു, അവനോട് നമ്മൾ പാപമോചനം തേടുന്നു. വനഊദു ബില്ലാഹി, അള്ളാഹുവിനോട് നാം കാവൽ തേടുന്നു. മിൻ ശുറൂരി അൻഫുസിന, നമ്മുടെ നഫ്സുകളുടെ തിന്മകളിൽ നിന്ന്. വമിൻ സയ്യിആതി അഅ്മാലിന, നമ്മുടെ കർമ്മങ്ങളുടെ തിന്മകളിൽ നിന്നും. മൻ യഹ്ദിഹില്ലാഹ്, ആരൊരുത്തനെ അള്ളാഹു മാർഗദർശനം ഹിദായത്ത് നൽകിയോ ഫലാ മുദ്ദില്ല ലഹു, അവനെ വഴികേടിലാക്കുന്ന ആരുമില്ല. വമൻ യുദ്ലിൽ, ആരൊരുത്തനെ അള്ളാഹു വഴി പിഴപ്പിച്ചുവോ ഫലാ ഹാദിയ ലഹു, അവനെ മാർഗദർശനം ചെയ്യുന്ന ആരുമില്ല. വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു, അള്ളാഹു അല്ലാതെ ഇബാദത്തിന് അർഹൻ ആരുമില്ല, ഒരു ഇലാഹും ഇല്ല എന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. വഹ്ദഹു, അവൻ ഏകനാണെന്നും. ലാ ശരീക ലഹു, അവനൊരു പങ്കുകാരനുമില്ലെന്നും. വഅശ്ഹദു, ഞാൻ സാക്ഷ്യം വഹിക്കുകയും ചെയ്യുന്നു. അന്ന മുഹമ്മദൻ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുഹു, അവൻ്റെ ദാസനാണെന്നും. റസൂലുഹു, അവൻ്റെ ദൂതൻ റസൂലുമാണെന്ന്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സൂറത്ത് ആലു ഇംറാൻ 102 ആയത്ത്. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുകയും. ഹഖ്ക തുഖാതിഹി, സൂക്ഷിക്കേണ്ട മുറപ്രകാരം. വലാ തമൂതുന്ന, നിങ്ങൾ മരിച്ചു പോവുകയേ അരുത്. ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിങ്ങളായ അവസ്ഥയിലായിട്ടല്ലാതെ, മുസ്ലിങ്ങളായിട്ടല്ലാതെ, അള്ളാഹുവിന് കീഴ്പ്പെട്ടവരായിട്ടല്ലാതെ നിങ്ങൾ മരിച്ചു പോകരുത്. ഈമാനോടുകൂടി അല്ലാതെ മരിച്ചു പോകരുത്. എന്നാൽ ഈമാനോടുകൂടി മരിച്ചു പോകാൻ വേണ്ട സൽക്കർമ്മങ്ങളും വിശ്വാസമൊക്കെ ഇവിടെ സ്വീകരിക്കണമെന്നതാണ്. യാ അയ്യുഹന്നാസു തഖൂ റബ്ബകുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الناس, അല്ലയോ ജനങ്ങളെ, ഇത്തഖൂ റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കുകയും. റബ്ബിന് നിങ്ങൾ തഖ്വയുള്ളവരാകുകയും. അല്ലദീ ഖലഖകും, എങ്ങനെയുള്ള റബ്ബ്? നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നവൻ. മിൻ നഫ്സിൻ വാഹിദ, ഒരൊറ്റ നഫ്സിൽ നിന്ന്. വഖലഖ മിൻഹ, അതിൽ നിന്ന് അവൻ സൃഷ്ടിച്ചു. സൗജഹ, അതിൻ്റെ ഇണയെ. ആദം അലൈഹിസ്സലാമിനെ ആദ്യം സൃഷ്ടിച്ചു, പിന്നെ ഹവ്വ അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചു. വബസ്സ മിൻഹുമ, അവർ രണ്ടുപേരിൽ നിന്നുമായിട്ട് വ്യാപിപ്പിച്ചു. റിജാലൻ കസീറ വനിസാ, ധാരാളം പുരുഷന്മാരെയും സ്ത്രീകളെയും. വത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും. അല്ലദീ, ഇങ്ങനെയുള്ള അള്ളാഹു. തസാഅലൂന ബിഹി, അവനെ സംബന്ധിച്ച് നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. വൽ അർഹാമ, കുടുംബ ബന്ധങ്ങളെ നിങ്ങൾ സൂക്ഷിക്കുന്നു. ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ, നിശ്ചയം അള്ളാഹു നിങ്ങളെ സൂക്ഷ്മ നിരീക്ഷണം നടത്തുന്നു എന്ന്. സൂറത്തുൻ നിസാ 11 ആയത്ത്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലൂ ഖൗലൻ സദീദൻ യുസ്ലിഹ് ലക്കും അഅമാലക്കും ويغفر لكم ذنوبكم
ومن يطع الله ورسوله فقد فاز فوزا عظيما. അൽ-അഹ്സാബ് 70-71 ആയത്ത്. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹു തഖ്വയുള്ളവരാകുന്നു, അള്ളാഹു സൂക്ഷിക്കുന്നു. വഖൂലു, നിങ്ങൾ പറയണം, ഖൗലൻ സദീദ, നല്ല വാക്ക്, യുസ്ലിഹ് ലക്കും അഅമാലക്കും, നിങ്ങളുടെ കർമ്മങ്ങൾ നന്നായി കിട്ടാൻ. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങൾ അവൻ പൊറുക്കും. വമൻ യുതിഇല്ലാഹ വറസൂലഹ്, ആരൊരുത്തൻ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ചുവോ ഫഖദ് ഫാസ ഫൗസൻ അദീമ, അവൻ മഹത്തായ വിജയം വിജയിച്ചു എന്ന്. ഇനി ഷേഖ് അവറുകൾ തുടർന്ന് പറയാണ്, അൽഹംദുലില്ലാഹില്ലദീ ഫറള സ്വലാത അലാ ഇബാദിഹി. സ്വലാഹ്, നിസ്കാരത്തെക്കുറിച്ചാണല്ലോ കിതാബ്. അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അള്ളാഹുവിനാകുന്നു. അല്ലദീ, എങ്ങനെയുള്ള അള്ളാഹു, ഫറള സ്വലാത അലാ ഇബാദിഹി, അവൻ്റെ ദാസന്മാർക്ക് സ്വലാഹ് നിർബന്ധമാക്കിയ, വ അമറഹും ബി ഇഖാമത്തിഹ, അതിനെ നിലനിർത്താൻ അവരോട് കൽപ്പിക്കുകയും ചെയ്ത, വഹുസ്നി അദാഇഹ, അത് നല്ല നിലയിൽ വീട്ടാൻ വേണ്ടി കൽപ്പിച്ച, വ അല്ലഖൻ നജാഹ വൽ ഫലാഹ ബിൽ ഖുശൂഇ ഫിഹ, അതിലുള്ള ഭയഭക്തിയിൽ വിജയം ബന്ധിപ്പിച്ച, വ ജഅലഹ ഫുർഖാനൻ ബൈനൽ ഈമാൻ വൽ കുഫർ, ഈമാൻ സത്യവിശ്വാസം, കുഫർ നിഷേധം, ഇത് രണ്ടിനുമിടയിൽ അതിനെ വേർതിരിക്കുന്നതാക്കിയ, ഇതിനെ നിസ്കാരത്തെ. വനാഹിയത്തൻ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, മ്ലേച്ഛമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന്, ഫഹ്ശാ മുൻകറിൽ നിന്നൊക്കെ, വെറുക്കപ്പെടുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ അതിനെ തടയുന്നതായിട്ടുള്ള അങ്ങനെയുള്ള നിസ്കാരം മനുഷ്യന് മേൽ ഇബാദത്തിന് നിർബന്ധമാക്കിയ അള്ളാഹുവിനാണ് സർവസ്തുതി. വസ്സലാത്തു വസ്സലാമു അലാ നബിയ്യിന മുഹമ്മദിൻ, സ്വലാത്ത് സലാമ് ഉണ്ടായിരിക്കട്ടെ അലാ നബിയ്യിന, നമ്മുടെ നബിയുടെ മേൽ, മുഹമ്മദിൻ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അൽ മുഖാതബി ബി ഖൗലിഹി തആല, അള്ളാഹുവിൻ്റെ വചനത്തിൽ അഭിസംബോധിതനായ, വഅൻസൽനാ ഇലൈക الذിക്റ ലിതുബയ്യിന ലിന്നാസി മാ നുസ്സില ഇലൈഹിം വഅൻസൽനാ ഇലൈക, നാം താങ്കളിലേക്ക് അവതരിപ്പിച്ചു, അദ്ദിക്റ, വിശുദ്ധ ഖുർആൻ, ലിതുബയ്യിന ലിന്നാസി, ജനങ്ങൾക്ക് താങ്കൾ വിശദീകരിച്ചു കൊടുക്കുവാൻ, മാ നുസ്സില ഇലൈഹിം, അവരിലേക്ക് അവതരിപ്പിക്കപ്പെട്ടതിനെ എന്ന് പറഞ്ഞ ആയത്തിൽ അഭിസംബോധിതനായിട്ടുള്ള, ആരോടാണ് സംസാരിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബിയിൽ അള്ളാഹുവിൻ്റെ സ്വലാത്ത് സലാം ഉണ്ടായിരിക്കട്ടെ. സൂറത്തുൻ നഹ്ൽ 44-ാമത്തെ ആയത്തിൻ്റെ ഭാഗം. ഫഖാമ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിഹാദിഹിൽ വളീഫ, അങ്ങനെ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദൗത്യം നിർവഹിച്ചു. ഹഖൽ ഖിയാമി, വേണ്ടത്ര വിധത്തിൽ അത് പരിപാലിച്ചു, അത് ചെയ്തു, ആ ദൗത്യം നിർവഹിച്ചു. വകാനത്തി സ്വലാത്തു മിൻ അഅ്ളമി മാ ബയ്യനഹു ലിന്നാസി ഖൗലൻ വഫിഅല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുത്തതിൽ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഏറ്റവും മഹത്തായ സംഗതി നിസ്കാരമാണ്, അല്ലെങ്കിൽ ഏറ്റവും മഹത്തായ സംഗതികളിൽ പെട്ടതാണ് നിസ്കാരം. ഹത്താ ഇന്നഹു സ്വല്ലാ മറത്തൻ അലൽ മിമ്പർ, ഒരിക്കൽ ഏതുവരെ എന്ന് വെച്ചാൽ മിമ്പറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കയറിയിട്ട് നിസ്കരിച്ചു. യഖൂമു അലൈഹി വയർക്കഉ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ വെച്ചിട്ട് തന്നെ ഖിയാം നിർവഹിച്ചു, റുക്കൂ നിർവഹിച്ചു. സുമ്മ ഖാല ലഹും, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബാക്കളോട് പറഞ്ഞു, ഇന്നമാ സ്വനഅതു ഹാദാ, ഞാൻ ഇപ്രകാരം ചെയ്തത് ലിതഅ്തമു ബി വലിയതഅല്ലമു സ്വലാത്തി, എൻ്റെ നിസ്കാരം നിങ്ങൾ ശരിക്കും പഠിക്കാനും നിങ്ങൾ എന്നെ തുടരാനും വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞ് നിസ്കാരം ശരിക്കും മിമ്പറിൽ വെച്ച് തന്നെ ഒരിക്കൽ നബി കാണിച്ചു കൊടുത്തു എന്നുള്ളതാണ്. ഔജബ അലൈനൽ ഇഖ്തിദാഅ ബിഹി ഫീഹ, അപ്പോൾ നേരത്തെ പറഞ്ഞതിൻ്റെ തുടർച്ച ആത്തിഫാണ്. നമ്മെ അതുകൊണ്ട് ആ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തുടരണം എന്ന് നമുക്ക് നിർബന്ധമാക്കിയവൻ. ഫഖാൽ, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞു, സൊല്ലു കമാ റഅയ്തുമുനി ഉസല്ലി, സൊല്ലു, നിങ്ങൾ നിസ്കരിക്കൂ, കമാ റഅയ്തുമുനി ഉസല്ലി, ഞാൻ എങ്ങനെയാണോ സ്വലാ നിർവഹിക്കുന്നത്, നിസ്കാരം നിർവഹിക്കുന്നത് നിങ്ങൾ കണ്ടത് അപ്രകാരം. വബശ്ശറ മൻ സ്വല്ലഹ, നിസ്കാരം നിസ്കരിച്ചവനെ നബി സന്തോഷ വാർത്ത അറിയിക്കുകയും ചെയ്തു, അല്ലെങ്കിൽ അദ്ദേഹം സന്തോഷ വാർത്ത അറിയിച്ചു. സ്വലാത്തിഹി, നബിയുടെ നിസ്കാരം പോലെ, അന്ന ലഹു ഇൻദല്ലാഹി അഹദൻ അൻ യദ്ഖുലഹുൽ ജന്ന, അൻ യുദ്ഖിലഹുൽ ജന്ന, അപ്പോൾ അള്ളാഹുവിൻ്റെ അടുക്കൽ അവന് കരാറുണ്ട്, അവൻ
അള്ളാഹു അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമെന്ന്. അതായത് അവൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിസ്കാരം പോലെ നിസ്കരിച്ച വ്യക്തിയെ അള്ളാഹു എന്ത് ചെയ്യും? സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും, ജന്നത്തിൽ പ്രവേശിപ്പിക്കുമെന്നത് അള്ളാഹുവിൻ്റെ അഹദ് ഉണ്ട്, കരാറുണ്ട്. ഖാൽ വിശ്വാസം പറഞ്ഞു, ഖംസു സ്വലവാത്തിൻ ഇഫ്തറലഹുന്നല്ലാഹു അസ്സ വജൽ. 5 നിസ്കാരം, 5 സ്വല, ഒരു ദിവസം 5 നേരം നിസ്കാരം അള്ളാഹു നിർബന്ധമാക്കി. മൻ അഹ്സന വുളൂഅഹുന്ന, അതിൻ്റെയൊക്കെ വുളൂ ആരെടുത്തൻ ഭംഗിയായി നല്ല രീതിയിൽ വുളൂ ചെയ്തുവോ, വസ്വല്ലാഹുന്ന ലി വഖത്തിഹിന്ന, അതിൻ്റെ സമയത്ത് തന്നെ നിസ്കരിക്കുകയും ചെയ്തോ, വഅത്തമ്മ റുകൂഅഹുന്ന വസുജൂദഹുന്ന വഖുശൂഅഹുന്ന, ആ നിസ്കാരത്തിലെ റുക്കൂ, സുജൂദ്, ഭയഭക്തി ഇതൊക്കെ പൂർത്തീകരിച്ച് ചെയ്യുകയും ചെയ്തോ, കാന ലഹു അലല്ലാഹി അഹദുൻ അൻ യഗ്ഫിറ ലഹു, അള്ളാഹുവിന് അവൻ്റെ മേൽ അഹദുണ്ട്, എന്ത്? അള്ളാഹു അവന് പുറത്തു കൊടുക്കുമെന്ന്. എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിൻ്റെ മേൽ ബാധ്യത എന്ന് പറഞ്ഞാൽ അള്ളാഹു ചെയ്യുന്നുള്ളതാണ്. അതല്ലാതെ അള്ളാഹുവിനെ അങ്ങനെ നിർബന്ധിക്കാൻ ആർക്കും കഴിയില്ല. പക്ഷേ അള്ളാഹു അത് ചെയ്യും, പുറത്തു കൊടുക്കും. വമല്ലം യഫ്അൽ, അങ്ങനെ നിസ്കരിക്കാത്തവൻ, പ്രവർത്തിക്കാത്തവൻ, ഫലൈസ ലഹു അലല്ലാഹി അഹദുൻ, അവന് അള്ളാഹുവിൻ്റെ മേൽ ഒരു അഹദുമില്ല. ഇൻഷാ ഗഫറ ലഹു വ ഇൻഷാ അദബഹു, അള്ളാഹു ഉദ്ദേശിച്ചാൽ അവന് പുറത്തു കൊടുക്കും, അള്ളാഹു ഉദ്ദേശിച്ചാൽ അവനെ ശിക്ഷിക്കും എന്നതാണ്. തുടർന്ന് പറയാം. അപ്പോൾ ഇവിടെ ഈ ഹദീസിൽ നിന്ന് ചില പണ്ഡിതന്മാർ നിസ്കാരം ഒരാൾ ഉപേക്ഷിച്ചാൽ അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകില്ല എന്നും വ്യാഖ്യാനിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു മുസ്ലിമിനും ഒരു കാഫിറിനും ഇടയിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് നിസ്കാരമാണ്. നേരത്തെ ഹദീസ് കണ്ടു, വേറെ ഹദീസുകളും സമാനമായിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ, ആ ഹദീസിൻ്റെയും മറ്റു ചില ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ ഒരാൾ കരുതിക്കൂട്ടി നിസ്കാരം ഉപേക്ഷിച്ചാൽ അയാൾ അങ്ങനെ നിസ്കരിക്കാത്ത ഒരാൾ, താരിഖു സ്വലാത്ത് ആണ് എങ്കിൽ അയാൾ നിസ്കാരത്തിൻ്റെ വുജൂബിയത്തിന് നിഷേധിച്ചാലും ഇല്ലെങ്കിലും, നിസ്കാരത്തിൻ്റെ വുജൂബിയത്തിന് നിഷേധിച്ചാൽ എന്തായാലും ഇസ്ലാം എന്ന് പറഞ്ഞാൽ, നിഷേധിച്ചിട്ടില്ലെങ്കിൽ പോലും നിസ്കരിക്കുന്നില്ല എങ്കിൽ താരിഖു സ്വലാത്ത് ഇസ്ലാം എന്ന് പുറത്താന്നാണ് ചില മദ്ഹബുകളുടെയൊക്കെ വീക്ഷണം. അതാണ് സലഫി പണ്ഡിതന്മാർ പൊതുവെ അംഗീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ പുറത്തു കൊടുക്കുക എന്ന് പറഞ്ഞത് തീരെ നിസ്കരിക്കാത്ത വ്യക്തി ആവണമെന്നില്ല, കൃത്യമായിട്ട് നിസ്കാരം പാലിക്കുന്നില്ല, അങ്ങനെ വരാൻ, എന്നാൽ വല്ലപ്പോഴൊക്കെ നിസ്കരിക്കുന്നുണ്ട്, അങ്ങനെയുള്ളൊരു വ്യക്തിയുടെ വിഷയം ആവാം. അല്ലാഹു അഅലം. വഅലാ ആലിഹി വസ്വഹ്ബിൽ അത്ഖിയാഇൽ ബററ, ഗുണവാന്മാരായ മുത്തഖീങ്ങളായ അവിടുത്തെ സ്വഹാബാക്കളുടെയും കുടുംബത്തിൻ്റെയും മേൽ അള്ളാഹുവിൻ്റെ സ്വലാത്ത് സലാം ഉണ്ടായിരിക്കട്ടെ. അല്ലദീന നഖലു ഇലൈന ഇബാദത്തുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, എങ്ങനെയുള്ള സഹാബാക്കൾ? ആല്, നബിയുടെ കുടുംബം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇബാദത്ത് നമുക്ക് നഖല് ചെയ്ത് തന്ന, വ സ്വലാത്തഹു, നബിയുടെ നിസ്കാരവും, വ ഖുവാലഹു, നബിയുടെ വാക്കുകളും, വ അഫ്ആലഹു, നബിയുടെ പ്രവർത്തികളും, വ ജഅലൂഹ വഹദഹ ലഹും മദ്ഹബൻ വ ഖുദ്വ, അതിനെ അവരുടെ മദ്ഹബും അതിനെ മാത്രം അവരുടെ മാതൃകയുമാക്കിയ, വ അലാ മൻ ഹദാ ഹദവഹും, ആ നബിയുടെ മാതൃകയാണ് അവർ പിന്തുടർന്നത്, അങ്ങനെയുള്ളവർ. വസലക സബീലഹും ഇലാ യൗമിദ്ദീൻ, അന്ത്യനാൾ വരെ അവരുടെ വഴിയിൽ സഞ്ചരിച്ച. വ ബഅദു, അതിനുശേഷം ഞാൻ പറയുന്നു.